ഒരു ആക്ടിവിറ്റിയുടെ കാണുന്നില്ലല്ലോ. നല്ല പ്രോഗ്രാമിൽ സഹായിക്കാം. ശേഷം പ്രൊഫഷണൽ എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞൊരു 2 വർഷം മുമ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഉണ്ണികൃഷ്ണനാണ് ഈ അവസരം എന്നെ പരിചയപ്പെടുത്തുന്ന നല്ല വേദി അദ്ദേഹത്തെ സഹായിക്കാം. ഒരു വർഷത്തോളം ഈ ഒരു മേഖല റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരം മേഖലയോട് താല്പര്യമില്ലായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു കാരണവശാലും വരില്ല എന്നുള്ളത് ദൃഢനിശ്ചയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഫോളോ അപ്പ് ആണ് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിച്ചത്. മാക്സിമം ഇൻടേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ മാക്സിമം 14,000 രൂപ തൊട്ട് 25,000 രൂപ വരെ മാത്രമേ ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ ഒരാഴ്ചയിൽ വരുമാനം വാങ്ങിയെടുക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി സാധിച്ചു. അതോടൊപ്പം കമ്പനിയുടെ ബഹുമാനായിട്ടുള്ള പെർഫോമൻസ് ബോണസും ലോയൽറ്റി ഇൻകം എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഈ ബിസിനസ്സിനകത്ത് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. എനിക്ക് ആകെ 22 വയസ്സേ ഉള്ളൂ. എന്ന് കഴിഞ്ഞ ആഴ്ച ബ്രാൻഡിന് 10 ലക്ഷം രൂപ വില വരുന്ന ഒരു സ്വിഫ്റ്റ് കാർ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവില്ലേ? അപ്പൊ മക്കൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് 23-24 വയസ്സ് കഴിഞ്ഞ് മാക്സിമം ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 27 വയസ്സെങ്കിലും എടുക്കും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളും നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം നേടണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 15 or 20 വർഷം അല്ലെങ്കിൽ 30 വർഷം അധ്വാനം ചെയ്യണം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 30 വർഷത്തെ അധ്വാനം നമ്മൾ 5 വർഷത്തേക്കൂടെ ചുരുക്കിയിട്ട് ശക്തമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന്റെ 10 മടങ്ങ് അസറ്റ് ഒരു 5 വർഷം കൊണ്ട് ഇൻഡസ്ട്രി വഴി നമ്മുടെ മക്കൾക്ക് നമുക്ക് ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. എന്റെ മെന്റർ ആയിട്ടുള്ള നമ്മുടെ നിശാന്ത് നല്ല കാര്യം സമ്മാനിക്കാം. നമ്മുടെ ഓൾ ടീമിനും നല്ല കാര്യം സമ്മാനിക്കാം. ഓക്കെ, ഓൾ ബെസ്റ്റ്.